ഷീജ, സർവകലാശാല വളരെ ശക്തമായി, കാരണം അവിടെ ഈ സെനറ്റ് ഹാൾ വാടകയ്ക്ക് എടുക്കുന്നത് ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ കരാർ ലംഘന ആ സംഘാടകരുടെ ഭാഗത്തു നിന്ന് വന്നു. അപ്പോൾ തന്നെ ഇടപെടുന്നു, ആ ചിത്രം മാറ്റണം എന്ന് രജിസ്ട്രാർ പറഞ്ഞു. അങ്ങനെ സർവകലാശാലയും സെനറ്റ് സിൻഡിക്കേറ്റും ഒക്കെ ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഗവർണർ വരാനിടയില്ല എന്ന് പോലും തോന്നിയിരുന്നു, കാരണം ഈ സാഹചര്യം ഇതായിരുന്നു. ഒടുവിൽ ഒരു വെല്ലുവിളി സ്വരത്തിൽ അദ്ദേഹം അവിടേക്ക് വരികയായിരുന്നു. ശക്തമായ പ്രതിഷേധമാണ് ദൃശ്യങ്ങളിലൂടെ നമ്മളെല്ലാവരും കണ്ടത്. അതാകെയും ആ സമയമാകെയും ഗവർണർ മടങ്ങുന്നതുവരെയും ആ നിലയിൽ തന്നെ SFI തുടരുകയായിരുന്നു. അവിടേക്ക് മറ്റ് വിദ്യാർത്ഥികൾ സ്വാഭാവിക ABVP-ക്കാരെ കുറേയൊക്കെ കണ്ടു, ചില നേരത്തെ അവരുടെ ചില പ്രതിഷേധമോ ഒക്കെ കണ്ടു എന്ന് തോന്നുന്നു. പക്ഷേ വളരെ ശക്തമായ പ്രതിഷേധവുമായി SFIയെ കണ്ടു. ABVP-യുടെ പ്രതിഷേധം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഗവർണർക്ക് വക്കാലത്തുമായി വന്നതാവാം, അത് അങ്ങനെയാണെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ. മറ്റ് KSU അടക്കമുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ ഒന്നും ആ ഭാഗത്തേക്ക് കണ്ടില്ല. യൂത്ത് കോൺഗ്രസ് പോലെയുള്ള യുവജന സംഘടനയെ കണ്ടില്ല. SFI ആയിരുന്നു ആ പ്രതിഷേധത്തിൻ്റെ ചുക്കാൻ പിടിച്ചത്. അതിനുശേഷം ആ പ്രതിഷേധത്തിനിടയിലൂടെയാണ് ഗവർണർ മടങ്ങിയത്. തീർച്ചയായും ശരത്, അതായത് SFIയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു വിഷയത്തിന് തുടക്കമാകുന്നത് തന്നെ. അതായത് ഇവിടെ കേരള സർവകലാശാലയ്ക്കുള്ളിലെ സെനറ്റ് ഹാളിൽ ഒരു പരിപാടി നടത്തുമ്പോൾ അതിൽ RSS ഭാരതാംബ ചിത്രം ഉപയോഗിക്കുന്നത് അത് സർവകലാശാലകളുടെ ചട്ടത്തിൻ്റെ ലംഘനമാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് രജിസ്ട്രാർക്ക് പരാതി നൽകിയത്. രജിസ്ട്രാർ വന്ന് പരിശോധിച്ചപ്പോൾ കാര്യം അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയായിരുന്നു. രജിസ്ട്രാർ തന്നെ ഉടൻ പോലീസിന് നിർദ്ദേശം നൽകി, ഈ ചിത്രം ഇവിടെ നിന്നും മാറ്റണം, അല്ലാത്ത പക്ഷം ഈ പരിപാടി ഇവിടെ നടത്താൻ സാധിക്കില്ല. കാരണം ഈ സ്വകാര്യ സംഘടനയ്ക്ക് ഈ പരിപാടി നടത്താൻ അനുമതി നൽകുമ്പോൾ ഉണ്ടായിരുന്ന കരാറിൽ ഇത് കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നുണ്ട്, സർവകലാശാലയുടെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇവിടെ ഈ രീതിയിൽ പരിപാടി നടത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഈ പരിപാടി റദ്ദാക്കേണ്ടി വരുമെന്ന് പറയുന്നു. തുടർന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം SFIയുടെ ഭാഗത്ത് നിന്നും അവിടെ തന്നെ SFI ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഇതിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ തന്നെ ഇത് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനെ ധരിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഡോക്ടർ മോഹനൻ കുന്നുമ്മലാകട്ടെ ഈ പരിപാടി ഇവിടെ നടത്തും എന്നുള്ള നിലപാടിലായിരുന്നു. അതേ തുടർന്നാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ക്രമസമാധാന പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ തന്നെ ഗവർണറെ ഇവിടെ നിന്നും പോലീസ് അറിയിച്ചിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല, പരിപാടി ഒഴിവാക്കുന്നു എന്നറിയിച്ച ഗവർണർ പൊടുന്നനെ തന്നെ അവിടേക്ക് എത്തുന്നു എന്നുള്ള അറിയിപ്പ് നൽകുകയായിരുന്നു. SFI പ്രതിഷേധം അതിശക്തമായ രീതിയിൽ തന്നെ അവിടെ തുടരുന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് മറുഭാഗത്തൂടെ അകത്തേക്ക് ഗവർണറെ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ അപ്പോഴും SFIയുടെ പ്രവർത്തകർ അവിടെ നിന്നും മടങ്ങാൻ തയ്യാറായില്ല. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഗവർണർ ഇവിടെ നിന്നും മടങ്ങുന്നതുവരെയും ഈ പ്രതിഷേധവുമായി തങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ സർവകലാശാല കവാടത്തിന് മുന്നിൽ ഒരു വലിയ ബാനർ, ഗവർണറുടെ നിലപാടുകൾക്കെതിരായിട്ടുള്ള ബാനർ ഉയർത്തിക്കെട്ടുകയും കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും വളരെ പ്രധാനപ്പെട്ട, കാരണം ഒരുപക്ഷെ ആ സമയത്ത് ഇത് കാണാത്ത ആളുകളുണ്ട്. ഷീജ ഇപ്പോൾ സംസാരിക്കുന്നത് സ്ക്രീനിൽ ഞങ്ങൾ കാണുകയാണ്. തൊട്ടിപ്പുറത്തെ വിൻഡോയിൽ സ്ക്രീനിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അടച്ചിട്ട സർവകലാശാലയുടെ മുഖ്യ കവാടത്തിന് മുമ്പിൽ ബാനർ ഉയർത്തി SFI പ്രവർത്തകർ, ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടുവരാം, ബാനർ ഉയർത്തി പ്രതിഷേധിക്കുന്നു, അവിടെ കുത്തിയിരുന്ന് സമരം ചെയ്യുന്നു. സർവകലാശാല ഗേറ്റ് അടച്ചിരിക്കുകയാണ്. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ രാത്രിയിൽ ആ സമയത്ത് സർവകലാശാലയ്ക്കുള്ളിൽ ഗവർണറുണ്ട്, ചാൻസലറായിട്ടുള്ള ആർലേക്കറുണ്ട്, അകത്ത് ഗവർണറുണ്ട്. ഈ ഗേറ്റ് അടച്ചു പൂട്ടി പുറത്ത് ഈ SFI പ്രവർത്തകർ, വിദ്യാർത്ഥികൾ ശക്തമായി പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ. ഇങ്ങനെയായിരുന്നു അല്പം മുമ്പ് സർവകലാശാല ആസ്ഥാനത്ത് നമ്മൾ കണ്ടത്. ചാൻസലറെ അകത്തിരുത്തി ആ പരിപാടിയുടെ മുമ്പിലെ മുഖ്യ കവാടം അടച്ചുപൂട്ടി അതിനു മുമ്പിൽ സമരം ചെയ്യുന്നു. ഒടുവിൽ അവിടെ നിന്ന് അദ്ദേഹം പോയതും വിചിത്രമായ രീതിയിലാണല്ലോ ഷീജ. തീർച്ചയായും ശരത്ത്, കാരണം ഈ പരിപാടി സർവകലാശാലയ്ക്കുള്ളിൽ നടക്കുന്നത് പോലും ഈ സെനറ്റ് ഹാൾ എന്ന് പറയുന്ന സെനറ്റ് ഹാളിൻ്റെ എല്ലാ വാതിലുകളും ജനലുകളും പൂർണ്ണമായും അടച്ചിട്ടൊരു മുറിക്കുള്ളിൽ നടത്തുന്ന പരിപാടിക്ക് സമാനമായ രീതിയിലാണ് ഈ പരിപാടി അകത്ത് സംഘടിപ്പിച്ചത്. അതിനുശേഷം പ്രധാന കവാടം ഉപേക്ഷിച്ചുകൊണ്ട് ഗവർണറെ ഈ കേരള സർവകലാശാലയ്ക്ക് പിൻവശത്തുള്ള ഗേറ്റിലൂടെയാണ് പുറത്തേക്ക് ഇറക്കുന്നത്. അവിടെയും മറ്റൊരു കാര്യമുണ്ട്, അവിടെ സാധാരണ രീതിയിൽ ആ ഗേറ്റ് വഴി പുറത്തിറങ്ങിയാലും സർവകലാശാലയ്ക്ക് മുന്നിലൂടെ റോഡിലൂടെ വേണം ഗവർണർക്ക് രാജ്ഭവനിലേക്ക് പോകാൻ സാധിക്കുക. ഷീജ, നമ്മളതാണ് കാണുന്നത്. നോക്കൂ ഷീജ, പ്രേക്ഷകർക്ക് കൂടി അത് മനസ്സിലാക്കാ. ഷീജ പറഞ്ഞത് മുഖ്യ കവാടത്തിൽ നമ്മൾ കണ്ടു SFI പ്രവർത്തകരുടെ പ്രതിഷേധം. ഇത് പിൻവാതിലൂടെ ഗവർണർ പുറത്തേക്ക് വരികയാണ്. മുൻവാതിലിൽ വാതിലടച്ച് ഗേറ്റ് അടച്ചു പൂട്ടി അവിടെ സമരം ചെയ്യുമ്പോൾ പിൻവാതിലൂടെ രക്ഷപ്പെടുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഷീജ സംസാരിച്ചോളൂ, നമുക്കൊക്കെ അറിയാവുന്ന വഴിയാണ്. അവിടെ ഇത് വൺ വേ ആണ്. ഇപ്പോൾ കാണുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ആ വൺ വേ തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ ഗവർണർ പോവുകയായിരുന്നു അല്ലേ? വൺ വേയിലൂടെ വന്നാൽ നേരെ വരുന്നത് ഈ കവാടത്തിന് മുമ്പിലേക്കാണ്, സർവകലാശാലയ്ക്ക് മുന്നിലേക്കാണ്. പറഞ്ഞോളൂ.
തീർച്ചയായും ശരത്ത്, ആ വൺ വേയിലൂടെ നേരെ വരുന്നത് കേരള സർവകലാശാലയ്ക്ക് മുന്നിലൂടെയുള്ള വഴിയിലൂടെയാണ്. ആ ആശാൻ സ്ക്വയർ എന്ന് പറയുന്ന ആശാൻ സ്ക്വയർ കറങ്ങി അണ്ടർപാസ് വഴി ആണ് രാജ്ഭവനിലേക്ക് പോകേണ്ട വഴി എന്ന് പറയുന്നത്. പക്ഷേ SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തെ നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഗവർണർ ആ വഴി ഉപേക്ഷിച്ച് വൺ വേ കട്ട് ചെയ്തുകൊണ്ട് വൺ വേയിലൂടെ തന്നെ തിരികെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. AKG സെന്ററിന് സമീപത്തൂടെയുള്ള വഴി ചൂസ് ചെയ്ത് ആ രീതിയിലാണ് പോലീസ് ആ രീതിയിൽ വഴിയൊരുക്കിയാണ് ഗവർണറെ രാജ്ഭവനിലേക്ക് ചില്ലറ തലവേദനയല്ല ഉണ്ടാക്കിയതല്ലേ? പോലീസിന് ചില്ലറ തലവേദനയല്ല ഉണ്ടാക്കിയത് ഗവർണർ. തീർച്ചയായും ശരത്ത്, കാരണം വൈകുന്നേരം 4:30 മുതൽ പോലീസ് സർവകലാശാലയ്ക്ക് മുന്നിൽ ക്യാമ്പ് ചെയ്യുന്നതാണ്. ഗവർണർ ഈ പരിപാടിക്ക് എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ, അതിനൊപ്പം തന്നെ SFIയുടെ പ്രതിഷേധം ആരംഭിച്ചപ്പോൾ മുതൽ ഇവിടെ ഗവർണറെ എത്തിക്കുന്നതിന് വേണ്ടി റൂട്ട് ക്ലിയർ ചെയ്യുന്നതിൻ്റെ വലിയ തലവേദന തന്നെയാണ് പോലീസുകാർക്കുണ്ടായിരുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിനുശേഷമാണ് ഗവർണർ ആദ്യം അവിടെ എത്തില്ല എന്ന് പറയുന്നു, പിന്നീട് പൊടുന്നനെ എത്തുന്നു. അതിനുശേഷം ഗവർണറെ പുറത്തേക്ക് ഇറക്കേണ്ടത് മറ്റൊരു ഉത്തരവാദിത്തമായി മാറുന്നു. നമുക്കറിയാം, സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ്. അദ്ദേഹത്തെ സുരക്ഷിതമായി രാജ്ഭവനിൽ എത്തിച്ചില്ലെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ സുരക്ഷാ വീഴ്ച എന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള സുരക്ഷ ഗവർണർക്ക് ഒരുക്കേണ്ടത് അതൊരു സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായ രീതിയിൽ തന്നെ പോലീസ് ചെയ്തു. പക്ഷേ ഗവർണർ സ്വീകരിച്ച നിലപാട്, ഇന്നിവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ശരത്ത്.